പാക്കി സ്കൂളിൽ പോയിട്ട് വന്നിട്ട് എന്നോട് പറയുക പനിയാരം വേണമെന്ന്. അതിപ്പോൾ എന്തോ ഈ പനിയാരം? ആ സമയത്ത് ക്വാർട്ടേഴ്സിലായതുകൊണ്ട് അതിനൊരു ടെൻഷൻ ഇല്ലായിരുന്നേ. നോർത്തിലെ സൗത്തിലെ എന്ത് ഫുഡിൻ്റെ സംശയം വന്നാലും നമുക്ക് ഓടിപ്പോയി ചോദിക്കാനും ആ ഫുഡ് ഉണ്ടാക്കി തരാനും അവിടെ ആളുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ തൊട്ടപ്പുറത്തുള്ളൊരു തമിഴ് ചേച്ചിയോട് എന്ന് ചോദിച്ചു, ചേച്ചി പനിയാരം എന്തുവാന്നേ ചോദിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ ആ ചേച്ചിയാണ് കുറച്ച് പനിയാരം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. നമ്മുടെ ഈ കുഞ്ഞിഡിലി ഇല്ലേ, അതിൻ്റെ വേറൊരു വേർഷനാണ് ഈ പനിയാരം എന്ന് പറഞ്ഞാൽ. പക്ഷെ അവരുണ്ടാക്കുമ്പോൾ വേറെ ഉള്ളി എന്തൊക്കെയോ ഇട്ടിട്ടാണ്. ഞാൻ പിന്നെ ഇങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത്. എന്നിട്ട് പിന്നെ അവരെനിക്ക് വേറെ കുറേ ടൈപ്പിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. മധുര ഇട്ട്, മധുര ഇല്ലാത്തത്, എണ്ണക്കകത്തി വറുത്തത്, എണ്ണക്കകത്തി വറുക്കാത്തതും എല്ലാം കേട്ടോ. കേട്ട പാട് തന്നെ ഞാൻ പോയി ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ അങ്ങ് വാങ്ങി. ഈ പനിയാരം ഇത്ര ഈസിയാണ്. ഇതാണെങ്കിൽ പാക്കിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണല്ലോ. ഇത് എനിക്ക് വലിയ ജോലിപ്പാടൊന്നുമില്ല. കുറച്ച് മാവ് കോരി അങ്ങ് ഒഴിച്ചിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ ചമ്മന്തി കൂടെ അങ്ങ് ഉണ്ടാക്കിയാൽ മതിയല്ലോ. എന്നിട്ട് പിന്നെ ബാക്കി ഇടയ്ക്ക് പറയും ഇതിനകത്ത് ക്യാരറ്റ് ഉള്ളിയൊക്കെ ഇടും ഫ്രണ്ട്സ്, അത്രയും കൂടെ ഉണ്ടാക്കി തരണേന്ന്. വെറുതെ അതൊന്നും ഇട്ട് ഞാൻ കുളവാക്കാൻ പോയിട്ടില്ല. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയാൽ കുഴപ്പമില്ല, എന്നാലും അവരുടെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ലല്ലോ. കാരണം ഞാൻ അവരുടെ കയ്യിൽ നിന്ന് എടുത്ത റെസിപ്പിയല്ലേ ഇതൊക്കെ. അങ്ങനെ ലഞ്ച് ബോക്സ് എല്ലാം എടുക്കാൻ തന്നെ ബാക്കി പറയാം 2 എണ്ണം കൂടുതൽ വെച്ചേക്കണേന്ന്. ഫ്രണ്ട്സിനൂടെ കൊടുക്കേണ്ടതാണ്. ഫ്രണ്ട്സൊക്കെ ഇതിലും നന്നായിട്ടാണല്ലോ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് പാക്കിക്ക് കൊടുക്കാറുള്ളത്. പിന്നെ ഏക ഒരു സമാധാനം ഉള്ളത് ഞാൻ ഉണ്ടാക്കുന്ന ഇഡ്ഡലിയാണ് ഇവിടെ ഉള്ളവർക്കെല്ലാം ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതാണ് എൻ്റെ ഏക ഒരു സമാധാനം. എന്നിട്ട് ഓടിപ്പോയി കുളിച്ചിട്ട് വന്ന് വിളക്ക് കത്തിക്കുമായിരുന്നേ. അന്നേരത്തേക്ക് പാക്കി പുറകിൽ നിന്നിട്ട് നാമം ചെല്ലുന്നുണ്ടായിരുന്നേ. പിന്നെ ആ മണിയുടെ സൗണ്ട് താഴെ ഒരു അമ്പലമുണ്ട്, ആ അമ്പലത്തിൽ നിന്നാണ് ആ മണിയുടെ സൗണ്ട് വരുന്നത്. അങ്ങനെ പാക്കി സ്കൂളിലോട്ട് കൊണ്ടുവിട്ടിട്ട് ഞാൻ നേരെ അങ്ങ് അമ്പലത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അവിടെ ചെന്ന് ദൈവത്തിനോട് എൻ്റെ പരാതിയും പരിഭവം എല്ലാം പറഞ്ഞിട്ട് എൻ്റെ രാവിലത്തെ സമയം അങ്ങനെ അങ്ങ് പോവേ.